എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്ന് വരികയാണ്. അതിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചുറ്റമ്പലത്തിൻ്റെ പണിയാണ്. ചുറ്റമ്പലത്തിൻ്റെ പണിയിൽ മേൽക്കൂരയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മേൽക്കൂരയുടെ കുറിച്ചുള്ള പണികളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോയിലേക്ക് പോകാം. മേൽക്കൂരയിലെ പണിയിൽ നമ്മൾ ട്രസ് വർക്ക് ചെയ്ത് സാധാ ഓടിടാനുള്ള പണിയാണ് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പണി ഈ രീതിയിൽ തന്നെ മേൽക്കൂര ചെയ്യാൻ ഉള്ള കാരണം പലതരത്തിലും മേൽക്കൂര നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് കോൺക്രീറ്റ് സാധാരണ എല്ലായിടവും കാണുന്നത് പോലുള്ള കോൺക്രീറ്റ് ചെയ്ത് അതിൽ പിന്നെ ഓടൊട്ടിക്കുകയോ പിന്നെ സിമൻറ്റ് ചാന്തിൽ അറുത്ത് വിടുകയോ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മൾ ഈ പണിയെ അപേക്ഷിച്ച് കുറച്ച് ചാർജ് ഒരുപാട് എക്സ്പെൻസ് കൂടുതലായിരിക്കും. പിന്നെ കാലക്രമേണം നമ്മളിപ്പോഴത്തെ എംസാൻഡും അതിൻ്റെയൊക്കെ ക്വാളിറ്റിയും സിമൻറ്റിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പം കാലക്രമേണ ചെല്ലുമ്പോഴത്തേക്കും അടന്നു വീഴാനുള്ള കംപ്ലൈൻറ്റുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലവും കൂടുതലാണ്. പിന്നെ ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടില്ല. ഇത് നമ്മൾ മൊത്തത്തിൽ ഒരു പഴമയാർന്ന തരത്തിലുള്ള ഒരു ക്ഷേത്ര നിർമ്മാണ ശൈലിയും രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ശ്രീകോവിൽ വന്നിട്ട് മുഴുവനായും കരിങ്കല്ലിലും, നമസ്കാരം പൂർണ്ണമായും കരിങ്കല്ലിലും, അതുപോലെ തന്നെ ചുറ്റമ്പലത്തിൻ്റെ ഭിത്തികളെല്ലാം വെട്ടുകല്ലിലും, അങ്ങനെ ഒരു പഴമയാർന്ന രീതിയിലുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതുമായിട്ട് യോജിച്ച ഒരു വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് തോന്നിക്കുകയും വേണം. പിന്നെ നമ്മളെ സാമ്പത്തികത്തിനകത്ത് നിൽക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് ഒരുപാട് എക്സ്പെൻസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇത് നമ്മൾ കൃത്യമായിട്ട് നല്ല ഇനം പൈപ്പുകൾ വിപണിയിൽ കിട്ടുന്ന പല കുറഞ്ഞതും കൂടിയതായ പല ടൈപ്പ് പൈപ്പുകളുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ നല്ല ഗുണമേന്മയുള്ള നല്ല പൈപ്പുകൾ തിരഞ്ഞെടുത്ത് അതിൽ വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. തടിക്ക് പകരം നമ്മൾ ആംഗ്ലെയർ പൈപ്പ്, സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നതേ ഉള്ളൂ. ബാക്കി തടിയിൽ ഏത് തരത്തിലാണോ ചെയ്യുന്നത് അതേ രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. നമ്മളെ ക്ഷേത്രമായതുകൊണ്ട് അതിൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാസ്തുശാസ്ത്ര തച്ചുശാസ്ത്ര വിധി പ്രകാരം തന്നെയാണ് നമ്മൾ അതിൻ്റെ കൃത്യമായ കണക്കുകളും എല്ലാം പിന്തുടർന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. തടിക്ക് വരെ നമ്മൾ സ്ക്വയർ പൈപ്പുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ പണിക്ക് അപ്പോളയുടെ പൈപ്പാണ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോളയുടെ പൈപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ഈ ഉത്തരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 5ക്ക് 2.5, 5 ഇഞ്ച് ഹൈറ്റും 2.5 ഇഞ്ച് വീതിയുള്ള പൈപ്പാണ് ഉത്തരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 14 mm-ൻ്റെയാണ്. ഇത് വന്നിട്ട് 4ക്ക് 2 നമ്മൾ ഉപയോഗിക്കുന്നത് കഴുക്കോലിന് വേണ്ടിയാണ്. നമ്മൾ ഈ പൈപ്പിനെ അപേക്ഷിച്ച് ഈ പൈപ്പിന് വില കൂടുതലാണ്. കാരണം ഇത് അൺസൈസ് എന്നുള്ളതാണ്. ഇത് നമ്മൾ സാമ്പിളിന് ഒരു രണ്ട് പീസ് എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ നോർമലായിട്ട് എല്ലായിടും എപ്പോഴും കിട്ടുന്ന സാധനമാണ് ഈ സൈസുകൾ. ഈ സൈസ് അല്പം വലുതാണ്. അൺസൈസ് സാധാരണ രീതിയിൽ അവർക്ക് മൂവിങ് ഇല്ലാത്ത സാധനമായതുകൊണ്ട് അല്പം വില കൂടുതലാണ്. കാരണം ഈ പൈപ്പ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏകദേശം 80 രൂപ ആയിരുന്ന സമയത്ത് ഇത് വന്നിട്ട് 1 കിലോയ്ക്ക് 80 രൂപ ആയിരുന്ന സമയത്ത് ഈ സൈസ് പൈപ്പ് വന്നതിന് ശേഷം 100-110 രൂപ അടുപ്പിച്ച് ഇതിന് വില 1 കിലോയ്ക്ക് വില ഉണ്ടായത്. രണ്ട് വില വ്യത്യാസമുണ്ട്. കാരണം ഇത് അൺസൈസ് എന്നാണ് അവർ പറയുന്നത്. അടുത്ത് നമ്മൾ പർലിങ്ങിന് പട്ടിയിലായിട്ട് ഉപയോഗിക്കുന്നത് അതേ പട്ടിയിൻ്റെ നമ്മൾ സാധാരണ തടി ഉപയോഗിക്കുമ്പോൾ അതേ സൈസിലുള്ള 2ക്ക് 1 സൈസ് പൈപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഈ തടിപ്പണിയെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തടിപ്പണി എന്നുള്ളൊരു ലുക്ക് വരണം, അതുമായിട്ട് ക്വാളിറ്റി ഉണ്ടാവണം. അതുകൊണ്ട് ഇതെല്ലാം 16 mm ആണ്. ഇത് വന്നിട്ട് 14 എന്ന് വെച്ചാൽ കട്ടി കൂടുതലാണ്. ഇതിനെ കുറച്ചുകൂടെക്കാളും കട്ടി കൂടുതലാണ്. ഇനി സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 18 mm ഉണ്ട്. ഇതിനേക്കാളും വീണ്ടും കട്ടി കുറഞ്ഞതാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ കൃത്യമായ നല്ല ക്വാളിറ്റി സാധനം ഉപയോഗിച്ച് പെയിൻറ് ചെയ്ത് ഇടേണ്ടത് അതിൻ്റെ കാലങ്ങളോളം ഈട് നിൽക്കുന്നതിന് അതൊരു അവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ അതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന MRFൻ്റെ മെറ്റീരിയലാണ് നമ്മൾ പൂർണ്ണമായി ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഇതിനെ പ്രൈമർ അടിച്ച് പണി ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മോളിൽ കയറ്റിയതിന് ശേഷം പ്രൈമർ അടിക്കും. അപ്പം ഇതിപ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഇതിൽ ആദ്യം പൈപ്പിൽ ഫസ്റ്റ് നമ്മൾ അടിക്കുന്നത് MRFൻ്റെ മെറ്റൽ കോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐറ്റംസ് ഉണ്ട്. വാഷ് പ്രൈമർ എന്ന് പറയും. ഈ ഒരു ഐറ്റമാണ്. ഇത് സാധാരണ ആരും അടിക്കാറില്ല. അത്യാവശ്യം നല്ല വില വരണം. 1 ലിറ്റർ വരുമ്പോഴത്തേക്കും 500-ന് മുകളിൽ വില വരും 1 ലിറ്ററിന്. അപ്പം ഇതിൻ്റെ അടിക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് വെയിലടിക്കുമ്പോൾ പൊള്ളി ഇളവില്ല. അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല എപ്പോസി പ്രൈമർ അടിച്ചാൽ പോലും വെയിലടിക്കുമ്പോഴത്തേക്കും പൊള്ളി ഇളവുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബേസ് കോട്ട് ഒരു പ്രൈമർ ഉണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ വെയിലടിച്ചാലും
പൊള്ളി ഇളവില്ല. അത് കാലങ്ങളോളം ആ പൈപ്പിൽ പെയിന്റ് പിടിച്ച് അങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അതായതുകൊണ്ട് നമ്മൾ ഈ ഐറ്റംസ് അടിക്കും, ആദ്യം അടിക്കും. അതിനുശേഷം ഇത് MRFന്റെ FOC ഡബിൾ പാക്കാണ്. ഹാർഡനർ തമ്മിൽ സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ആവശ്യം കൃത്യമായ കണക്കുണ്ട്, അതനുസരിച്ചിട്ട് ഇത് മിക്സ് ചെയ്താണ് അടിക്കുന്നത്. മറ്റത് അല്ലാതെ ഒന്നിച്ച് കണക്റ്റായി വരുന്നതും ഉണ്ട്. അപ്പോൾ ഇത് മറ്റ് പ്രൈമറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത് നമ്മൾ പണി ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ മറ്റ് സാധാ പ്രൈമർ അടിക്കുന്നിടത്ത് ഈ പൈപ്പുകൾ ഒരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ഈ പ്രൈമർ ഒരച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് FOC അടിക്കുന്നിടത്ത് അങ്ങനെ വലിയ ഒരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. വളരെ ഇതാണ്. ഇനി നമ്മൾ ഈ കംപ്ലീറ്റ് പണി കഴിഞ്ഞതിന് ശേഷം റൂഫ് വർക്കിന്റെ കംപ്ലീറ്റ് ട്രസ് വർക്ക് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ അതിന്റെ ഒരു ടച്ചിൻസ് ഉണ്ടാവും. പ്രൈമർ കൊണ്ട് ഒരു കോട്ടും കൂടെ കട്ട് ചെയ്യും. വീണ്ടും അതിന് ശേഷമാണ് ഇനാമൽ പെയിന്റിലോട്ട് നമ്മൾ അടിക്കുന്നത്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു പൈപ്പിൽ ഏകദേശം 4-5 കോട്ട് ലെയർ പെയിന്റിങ്ങിന്റെ ഒരു ഇത് വരും. അപ്പോഴത്തേക്ക് നല്ല ഒരു തരത്തിലും കംപ്ലൈന്റ് ഇല്ലാത്ത തരത്തിൽ വെള്ളം വീഴുന്നാലോ ഈർപ്പം തട്ടിയാലോ കംപ്ലൈന്റ് ഇല്ലാത്ത തരത്തിലേക്ക് ഈ പൈപ്പ് ഡബിൾ സ്ട്രോങ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 2.5 5 സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓൾറെഡി പ്രൈമർ അടിച്ച് 2 കോട്ട് പ്രൈമർ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കഴുക്കോലിന് കൊടുത്തിട്ടുള്ളതും നേരത്തെ പറഞ്ഞതുപോലെ 2:4, അതായത് തടി എങ്ങനെ ഇരിക്കുമോ അതേ കനത്തിലും ക്വാളിറ്റിയിലുള്ളതാണ്. പിന്നെ പട്ടിയൽ വന്നതിന് ശേഷം പർലിങ്ങിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് 1:2. പട്ടിയലിന്റെ സൈസ് അതേ ഇങ്ങനെ ഒരു സൈസിനുള്ളതാണ്. പിന്നെ ഈ കഴുക്കോലുകളുടെ ഗ്യാപ്പ് നോക്കണം. ഇപ്പം നമുക്ക് ഈ ഒരു കഴുക്കോലിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാക്സിമം 2 അടിക്കകത്തേ ഉള്ളൂ. 1.25 അടി 2 അടിക്ക് 1.25 അടിക്കകത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ ഡ്രസ് വർക്കിന് ഇത്രയും അടുപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് അങ്ങ് കൊടുക്കാനേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ തടിപ്പണി ചെയ്യണതിൻ്റെ അതേ രീതിയിൽ കൃത്യമായിട്ട് അളവും കാര്യങ്ങളും കണക്കിലെടുത്താണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ കുറച്ച് അലങ്കാര പണികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അലങ്കാര പണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ മുഖപ്പിൻ്റെ വർക്കുകൾ തന്നെയാണ്. ഈ മുഖപ്പ് കൂടി വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി കുറച്ച് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ മുഖപ്പുകൾ മൊത്തം 8 മുഖപ്പുകൾ നമ്മൾ മൊത്തം ഈ വർക്കിൽ മൊത്തം ഉണ്ട്. അതിൽ 4 മുഖപ്പ് ചെറുതും, ഇടത്തരം മുഖപ്പ് 2 ഫ്രണ്ടിൽ പറഞ്ഞ ഇടത്തരം 2 മുഖപ്പും, ഏറ്റവും ഫ്രണ്ടിൽ ഏറ്റവും വലിയ മുഖപ്പും അങ്ങനെ 8 മുഖപ്പ് നമ്മളിതിലുണ്ട്. ഈ തരത്തിലാണ്. ഇത് ബാക്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് എല്ലാ വർക്കുകളും അതിൽ കാര്യങ്ങളും കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഇതൊരു ബന്ധപ്പെട്ട വർക്ക് തന്നെയാണ്. ഇത് നമ്മൾ തൂവാനം കൊടുത്തിട്ടുണ്ട്. തൂവാനം നമ്മൾ 5 കൊന്നിന്റെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ 5 കൊന്നിന്റെ പൈപ്പും അൺസൈസ് എന്നുള്ള തരത്തിലാണ് അവർ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനല്പം മറ്റ് പൈപ്പുകളെ അപേക്ഷിച്ച് ഈ പൈപ്പിന് അല്പം വില കിലോയ്ക്ക് അല്പം കൂടുതലാണ്. അങ്ങനെയാണ്. ഇത് ബാക്ക് സൈഡിലെ മോപ്പും കാര്യങ്ങളാണ്. ഇടത്തരം മോപ്പാണ് ഇത്. നമ്മുടെ വലിയമ്പലത്തിന്റെ 2 സൈഡിലും വരുന്ന ഭാഗത്തുള്ളതാണ്. ഇടത്തരം സൈസിലുള്ളതാണ്. ഇതിന്റെ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി ചെറിയ കുറച്ച് ഫിറ്റിങ്സുകൾ കൂടി അതിലുണ്ട്. അതുകൂടെ പൂർണ്ണമാകുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ. ഈ മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുന്ന ഓട് ഈ ടൈപ്പ് ഓടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സാധാ ഓടുണ്ട്. സാധാ ഓടെന്ന് പറയുമ്പം അതായിരിക്കും നമ്മളെ സാധാ ഓട്. ഇത് നമുക്ക് വിപണിയിൽ ഒരു 35, 36, 37 രൂപയ്ക്കകത്ത് നമുക്ക് മാർക്കറ്റിൽ ഇത് ലഭിക്കും. ഇത് സാധാ ടൈപ്പാണ്. ഇതിന് വന്നിട്ട് ഒരു പാന്തേ ഉള്ളൂ. ഇത് മുമ്പ് നമ്മൾ പഴയ ഒരു ടൈപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓടുകളാണ്. ഇതിൽ ഒരു പാന്തേ ഉള്ളൂ. ഇതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ആണ്. ഈ ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ ഓടിനെ അപേക്ഷിച്ച് നമ്മൾ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ വളരെ ക്വാളിറ്റി പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഓടിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത്. അപ്പോൾ ഓട് വന്നിട്ട് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, നല്ല ഹെവി ആയിട്ടുള്ളൊരു ടൈപ്പ് ഓടാണ്. ഇതിൽ വന്നിട്ട് 2 പാന്താണുള്ളത്. ഈ 2 പാന്ത് ഓടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ സിംഗിൾ പാന്ത് ഓടിന് അപേക്ഷിച്ച് ലീക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ലീക്കും കാര്യങ്ങളും കുറവെന്നല്ല, ലീക്ക് ഉണ്ടാവുകയില്ല. മറ്റേതിൽ ഒരു പാന്തേ ഉണ്ടാവുള്ളൂ. ഇതിൽ 2 പാന്തുണ്ട്. മറ്റേതിൽ പൊടിയോ എന്തെങ്കിലും കയറി പാന്തിൽ ചെറിയ ബ്ലോക്കായി ലീക്ക് വരാനുള്ള സാധ്യത ഉണ്ട് കാലങ്ങൾ കഴിയുമ്പോൾ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിന്റെ പാന്തിന്റെ വീതിയും കൂടുതലാണ്. 2 പാന്താണ്.
അത് പോയിരുന്നിട്ട് നല്ല ഹെവി ടൈപ്പാണ്. ഇതിന് ഏകദേശം നമുക്ക് 55, 56, 57 രൂപയ്ക്കകത്ത് നമുക്ക് നിലവിൽ ഇത് കിട്ടും. നല്ല ക്വാളിറ്റിയാണ്, നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് ഇട്ടുള്ളതാണ്. മറ്റേത് വന്നിട്ട് ഈ ടൈപ്പ് വന്നതിൻ്റെ ചെറിയ ടൈപ്പാണ്, കുറച്ച് ചെറുതാണ്. ഇത് പഴയ ടൈപ്പാണ്. ഇതല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അതും തമ്മിലുള്ള ഒരു ക്വാളിറ്റി വ്യത്യാസത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത് കാണിച്ചതേ ഉള്ളൂ. ഇത് പഴയ ടൈപ്പ് രീതിയാണ്. ഇതിപ്പോൾ നിലവിലുണ്ട്, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി മറ്റേ അത്ര ക്വാളിറ്റി ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ പൊതുവിൽ ഈ തരത്തിലുള്ളൊരു പണി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് സൂചിപ്പിക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ ഈ പൈപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ, ഇതിനുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. കാരണം നിലവിൽ ഒരുപാട് ബ്രാൻഡുകൾ നമ്മളെ വിപണിയിലുണ്ട്. അതിൽ സാമാന്യം നല്ല ക്വാളിറ്റി തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്ന പ്രൈമർ പെയിൻറ്റ്, അതും അങ്ങനെ തന്നെയാണ്. അതുപോലെ പരിചയസമ്പന്നമായ ജോലിക്കാരെ കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യിക്കാൻ. പ്രൈമർ പെയിൻറ്റിങ്ങിൻ്റെ കാര്യമായിരുന്നാലും ശരി, ഈ ഡ്രസ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യമാണ്. ഡ്രസ് വർക്ക് എന്ന് പറയുമ്പോൾ വെൽഡിങ് പണിയാണ് എന്നുള്ള കണക്കാണ് എല്ലാവരും കൂട്ടുന്നത്. പക്ഷേ സാധാരണ ഒരു വെൽഡിങ് വർക്ക് ചെയ്യുന്ന രീതിയല്ല ഈ അമ്പലത്തിൻ്റെ ഒരു നിർമ്മാണ രീതി. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും അതിനെക്കുറിച്ച് മുൻപരിചയവും പരിചയസമ്പന്നവരായ ജോലിക്കാരെ കൊണ്ട് മാത്രമേ ഈ തരത്തിലുള്ളൊരു വർക്ക് ചെയ്യിക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയനഷ്ടവും സാധനം വേസ്റ്റേജും നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യതയും ക്വാളിറ്റിയും കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട്. ഇത് നമ്മൾ പലയിടത്തും പല പണിക്കാരൻ ചെന്ന് കണ്ട് അതിൽ നിന്ന് നമുക്ക് പണി കണ്ട് ക്ഷേത്രത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളവരെ കൊണ്ടാണ് നമ്മൾ ഇതിൽ പണി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വളരെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അത് ശ്രദ്ധാപൂർവം കേട്ട് അതിനെ അതേപടിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാൻ നമ്മളെ ഈ വർക്കിൽ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ക്ഷേത്ര സംബന്ധമായിട്ട് നമ്മൾ ഓരോ വർക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മളെ ഈ ക്ഷേത്രം അതിൻ്റെ ഒരു ചൈതന്യവും ആ ക്ഷേത്രത്തിൻ്റെ ഒരു ജീവൻ വയ്ക്കുന്ന ഒരു രീതിയാണ്, ഒരു ഫീലിംഗാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ആ ചെയ്യുന്നവരെ ഇത് പൂർണ്ണമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് ഒരു ജോലി എന്നതിലുപരി ഒരു ആത്മസമർപ്പണമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ. അപ്പോൾ അങ്ങനെ ഉള്ള അവരെ കിട്ടുക എന്ന് പറയുന്നത് അത് വളരെ നമുക്കൊരു പോസിറ്റീവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഇങ്ങനെ ഈ വക പണികൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെ പരമാവധി കണ്ടെത്തി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെ പല ക്ഷേത്രക്കാരും ഇവിടെ ഈ തരത്തിലുള്ളൊരു പണി നടക്കുന്നു എന്നതുകൊണ്ട് വന്ന് കാണാൻ വന്നിട്ടുണ്ട്. അപ്പം അവിടെ ചെയ്തിട്ടുള്ളത് കുറേ സാധനങ്ങൾ ഒരുപാട് വേസ്റ്റായി പോയി, ഇങ്ങനെ രീതിയിലല്ല ചെയ്യിക്കുന്നത്. പലരും ഇങ്ങനെ നമ്മുടെ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത്, ഈ തരത്തിലുള്ള പണി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ പണി ഈ ചുറ്റമ്പലത്തിൻ്റെ ഡ്രസ് വർക്ക് ഏകദേശം 90% ഇതിലെത്തിയിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കാലാവസ്ഥ നമ്മളിപ്പം കുറച്ച് ദിവസം കൊണ്ട് വളരെ മോശമാണ്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും അത് കാരണം ഈ എർത്തും കാര്യങ്ങളൊക്കെ ഉള്ള പ്രശ്നമുള്ള വർക്കുകളായതുകൊണ്ട് മഴയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ടാർപ്പയൊക്കെ കെട്ടി പരമാവധി വേഗത്തിൽ തന്നെ ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുനരുദ്ധാരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 75% പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു.
ഇനി കുറച്ച് ബാക്കിയുണ്ട്. അതിനൊരു വലിയൊരു സംഖ്യ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നിതാന്ത പരിശ്രമത്തിലാണ്. ഈ മഹത് പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയത്തിലേക്കായി എല്ലാവരുടെയും ആത്മാർത്ഥമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.